നമ്മൾ ഇവിടുന്ന് ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൻ്റെ അവിടുന്ന് ഒരു 4 കിലോമീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടകമായി. കർണാടകത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്ററും 900 മീറ്ററും ഉള്ളൂ ആൾതാമസമുള്ള സ്ഥലത്ത് ടാറിങ് റോഡ് നമ്മൾ ചെന്നിയാണ്. അവിടുന്ന് പിന്നെ 10 രൂപ ചാർജിനാണ് കോണിക്കുപ്പയ്ക്ക് അവിടുന്ന് ബസ്സിന് പോകുന്നത്. ബീർനാനിക്ക് അവിടുന്ന് ബീർനാനിന്ന് അങ്ങോട്ട് എത്ര ഉണ്ടെന്ന് കൊടുത്താൽ എനിക്കറിയത്തില്ല. എന്തായാലും പണ്ട് ഒരു 10-15 വർഷം മുമ്പ് ഇവിടെ ഒരു സർവേ നടന്നതാണ്. ആ സർവേ നടന്നപ്പോൾ തലശ്ശേരി മൈസൂർ റോഡിൽ ഈ വഴി പോയാൽ 46 കിലോമീറ്റർ ലാഭമാണെന്ന് അന്ന് പറഞ്ഞിരുന്നത്. നടന്നു പോയതായത് ഇത്. അവിടുന്ന് ഇപ്പോൾ തന്നെ കർണാടകക്കാർ ഒരുപാട് പേര് നമ്മൾ പറയുന്നുണ്ട്. ഇവിടുന്ന് ചെല്ലുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ മെമ്പറുമായിട്ട് നിങ്ങൾ MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ റോഡ് തുറക്കാമെന്ന്. കാരണം ഇതിൽ ചുരവില്ല, ഈ റോഡിന് ചുരവില്ല. ഒരു പാലം മതി, ഒരു പാലവും പിന്നെ ബാക്കി മുഴുവൻ കലുങ്കുകളാണ്. 1-2 കലുങ്കുകൾ മാത്രമേ ഉള്ളൂ. ചുരയിൽ നിരന്ന സ്ഥലമാണ്. നിലവിൽ ഇവരുടെ വണ്ടി ഇവിടെ പാത്തിപ്പാറ വരെ വന്നുകൊണ്ടിരുന്ന ജീപ്പ് ഇപ്പം മരമൊക്കെ വീണ്ടും നിന്ന് പോയതേ ഉള്ളൂ. അവരുടെ കർണാടകത്തിൽ നിന്നുള്ള വണ്ടി ഇങ്ങോട്ടേക്കും വരും, അങ്ങോട്ടേക്കും പോകും. ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് ഉണ്ട്. ചുരമില്ലാത്ത ബദൽ പാത, അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ട്രൂ മീഡിയ കേരള കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 2ാം കടവ് തുടിമരത്ത് എത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മോടൊപ്പം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരൊക്കെ ഉണ്ട്. അവരോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ച് അറിയാം. പ്രസിഡന്റ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അഭിമാന നേട്ടത്തിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തലശ്ശേരി മൈസൂർ 46 കിലോമീറ്ററാണ് നമുക്ക് ലാഭം വരുന്നത്. അതുകൂടാതെ ഇപ്പോൾ കർണാടക സർക്കാരും കേരള സർക്കാരും ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. എന്താണ് ഇവിടെ വന്നപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ എന്താണ് പറയാനുള്ളത്? ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു റോഡ് വളരെ എളുപ്പത്തിൽ, അതായത് ഏകദേശം 10 കിലോമീറ്റർ താഴെ മാത്രമാണ് കർണാടകത്തിലെ ബിർനാനി, അതായത് ഗോണിക്കുപ്പയുടെ ഇപ്പുറയുള്ള സ്ഥലത്തേക്ക് ചെന്നെത്തുന്നതിനുള്ള ദൂരം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയെടുത്തോളം ചുരമില്ല പാതയായിട്ട് നമുക്ക് മാറും. 2-3 ചെറിയ കലുങ്കുകളും ചെറിയൊരു പാലവും മാത്രമേ ഈ റോഡിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒത്തിരിയധികം മരങ്ങൾ മുറിച്ച് കളയാനായിട്ടില്ല. അതെല്ലാം ആ ഒരു പ്രത്യേകത എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാതയായിട്ട് നമുക്കിത് മാറും. അയ്യൻകുന്ന് പഞ്ചായത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് നമുക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നൊരു വഴി തുറക്കുക എന്നുള്ളതാണ് ഈ ഒരു പാത്തിപ്പാറ ഈ റോഡിൻ്റെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാർ ജനങ്ങളും ഒരു ഇൻട്രസ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളെ ഈ നാട്ടുകാർക്ക് മാത്രമല്ല, കർണാടകത്തിൽ നിന്ന് എല്ലാവർക്കും കർണാടകത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അങ്ങോട്ട്, നമുക്ക് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയി വരുന്നുണ്ട്. നമ്മുടെ വയത്തൂർ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ ധാരാളം ഭക്തജനങ്ങൾ നമ്മളുടെ ഈ വയത്തൂരിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ നമ്മുടെ മാക്കോട്ടം ചുരം ഇറങ്ങിയിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും എളുപ്പ മാർഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വഴിയായി നമുക്ക് ഈ വഴിയെ മാറ്റാൻ പറ്റും. പിന്നെ നിലവിലുള്ള കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവം, ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ കർണാടക ഭക്തരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വഴിയായിട്ട് ഇത് മാറും. ഇപ്പോൾ നമ്മുടെ മാക്കൂട്ടം ചുരം പാതയെ കഴിഞ്ഞും ഏറ്റവും എളുപ്പവും അപകടം കുറഞ്ഞൊരു റോഡാണ്. ചുരമില്ലാത്തത് കൊണ്ട് തന്നെ അപകടങ്ങൾ കുറവ്, കയറ്റങ്ങൾ കുറവ്, എല്ലാം ഈ റോഡിൻ്റെ പ്രത്യേകതയാണ്. ഹെയർപിൻ വളവുകളില്ല. പിന്നെ നമുക്ക് നമ്മുടെ എയർപോർട്ട് മട്ടന്നൂർ, കണ്ണൂർ എയർപോർട്ടിൻ്റെയൊക്കെ എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗമായിട്ട് മാറും. എല്ലാം കൊണ്ട് ഇത് വളരെ നല്ലതാണ് ഈ റോഡ് വന്നാൽ. അപ്പം അങ്ങനെ നമ്മൾ ഈ തുടിമരം പാത്തിപ്പാറ ഈ റോഡ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വന്ന് അടക്കം കൂട്ടിക്കൊണ്ട് ഞങ്ങളിവിടെ എസ്റ്റിമേറ്റ് എടുത്തു. എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ നമുക്ക് ഈ PNGC സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10 മീറ്റർ നിരപ്പുള്ള റോഡുണ്ടെങ്കിൽ 1 മീറ്റർ മാത്രമേ ഹൈറ്റ് പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു അല്പം കൂടി കൂടുതൽ 2 ആയി കഴിഞ്ഞാൽ നമ്മൾ അത് ഏറ്റെടുക്കാനായിട്ട് പറ്റില്ല, അവർക്കത് ഫണ്ട് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇതുപോലെ ഈ കാണുന്ന പോലെയുള്ള ചെറിയ കയറ്റങ്ങൾ മാത്രമേ ഈ റോഡിനുള്ളൂ. പക്ഷെ എന്നാൽ ആ സ്കീമിൽ നിന്ന് അത് ഒഴിവായിപ്പോയി ഈ ഒരു കാരണം കൊണ്ട് തന്നെ. അപ്പം നമുക്ക് നമ്മുടെ 2 ഗവൺമെൻറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ കർണാടക ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല. അപ്പം നിലവിൽ ഇതുപോലെയുള്ള കൂപ്പ് റോഡ് പോലെയുള്ള ട്രക്കിങ്ങിന് പറ്റുന്ന റോഡ് അങ്ങ് വരെയുണ്ട്. അതിൻ്റെ ഒരു കർണാടകയുടെയും കേരളത്തിൻ്റെയും കൂടെ ബോർഡറിൽ ഒരു 10 മീറ്റർ മാത്രമാണ്
റോഡില്ലാതെ ഉള്ള സ്ഥലമുള്ളത്. ബാക്കി 2 വശത്തു നിന്നും വന്ന് ഇതുപോലുള്ള ചെറിയ റോഡ് വന്ന് മുട്ടി നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കാനായിട്ട് എല്ലാ ഗവൺമെൻറ്റുകളെ സമീപിക്കാനായിട്ടുള്ള ഉദ്ദേശവുമായിട്ടാണ് ഈ ഒരു ഭരണസമിതി തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. നിലവിൽ ഇവിടെ ഒരു പുതിയതായിട്ട് റോഡ് വെട്ടേണ്ട ആവശ്യമില്ല. നിലവിൽ റോഡ് ഇവിടെ മുതൽ കർണാടകത്തിൽ വരെ പൂക്കളം എന്ന സ്ഥലത്ത് വരെ നിലവിൽ റോഡുള്ളതാണ്. അത് ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പല ആൾക്കാരും നേതാക്കന്മാരും പല സമ്മർദ്ദം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ ഫോറസ്റ്റിൻ്റെ ഈ പ്രശ്നം പറഞ്ഞിട്ട് അതെല്ലാം ഒഴിവായി പോവുക ചെയ്തിട്ടുള്ളത്. ഈ റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വളരെ ഉപകാരപ്പെടുന്ന റോഡാണിത്. ടൂറിസം അതുപോലെ വികസനങ്ങൾ നടക്കും ഈ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ. മറ്റ് കർണാടകത്തിലുള്ള ആളുകൾക്ക് തന്നെ ഇങ്ങോട്ടേക്ക് എയർപോർട്ട് പോകാനും മറ്റു കാര്യങ്ങൾക്കും വളരെ എളുപ്പമുള്ള റോഡാണിത്. ഈ തൊടിമരം ബർണാണി റോഡുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കുടിയേറ്റത്തിൻ്റെ ആ കാലഘട്ടം മുതൽ അന്ന് ഭക്ഷണ സാധനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അയ്യങ്കുന്ന് പഞ്ചായത്തിലും സമീപപ്രദേശത്തുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാർ കാൽനടയായി ഈ കൊടക് ജില്ലയിൽ പോയിട്ട് നെല്ല് സംഭരിപ്പിച്ച് തലച്ചുമടായി കൊണ്ടുവന്ന് അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അതേപോലെ വള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് കാലിച്ചന്ത ഉണ്ടായിരുന്നു. ആ സമയത്ത് ചന്തയിലേക്ക് കാലികളെ നടത്തി ഈ പറഞ്ഞ റോഡുകളിൽ കൂടിയാണ് കൊണ്ടുവരുന്നത്. അന്ന് മുതലേ ഈ റോഡ് നിലവിലുണ്ടായിരുന്ന റോഡുകളായിരുന്നു. പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ നിയമം കാരണം ഇത് അവസാനം എന്ത് ചെയ്യുന്നു, അത് പേപ്പർ ഫയലുകൾ അവിടെ മടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ വീണ്ടും നല്ലൊരു 2 സാഹചര്യം വന്നിട്ടുണ്ട്. കേരളത്തിലെയും കർണാടകത്തിലെയും സർക്കാർ ഒരേ സർക്കാരാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ ചെറിയ എന്താ പറയുക, വീരാവേട്ട റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചുരൻ റോഡ് എന്നുള്ള പേര് ഇതിന് വരുന്നില്ല. ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കുറച്ച് മുകൾ ഭാഗത്ത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു ചെറിയൊരു പാലവും 2-3 കൽവർട്ടുകൾ വരുന്നുള്ളൂ. അപ്പം വളരെ സമയം എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂർ, മൈസൂർ ഇഷ്ടംപോലെ വിദ്യാർത്ഥികളും ജോലിക്കും മറ്റു ആൾക്കാരായിട്ട് പോകുമ്പോൾ യാത്ര 6-7 മണിക്കൂർ പോകുന്നു. ഇത് നമുക്ക് 10-40 കിലോമീറ്റർ നമുക്ക് തൊട്ടടുത്ത മൈസൂരിലേക്ക് എത്താൻ വേണ്ടി അത്രയും ലാഭകരമായ ഒരു ഇതാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ. ഈ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തലശ്ശേരി മൈസൂർ റെയിൽവേയെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു ആഭ്യന്തര സർവേ നമുക്ക് തലശ്ശേരി മൈസൂർ ഏറ്റവും അധികം റെയിൽവേ ലൈനിന് വേണ്ടി ബന്ധപ്പെട്ട് വന്നത് ഈ തൊടിമരം പാത്തിപ്പാറ ബീർനാനി റോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാർശ്വ സർവേ ഇവിടെ നടന്നതാണ് പണ്ട്. അത് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട. പക്ഷേ നമുക്കിപ്പോൾ റെയിൽവേ തലശ്ശേരിയിൽ നിന്ന് ഇതുവഴി കിട്ടില്ല എന്നുള്ള ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അത് നിലവിൽ മാനന്തവാടിയും കൂടി ഉൾപ്പെടെ പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നില്ല. നേരെ മറിച്ച് ഈ തൊടിമരം ക്വാർട്ടേഴ്സിൻ്റെ ഇവിടെ വരെ PWD റോഡ് ഇപ്പോൾ വെട്ടി നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ടാറിങ് വർക്കെല്ലാം പൂർത്തിയാക്കിയതാണ്. തൊടിമരംകാരും മറ്റ് അനുബന്ധമായിട്ട് കടന്നു വരുന്നവരെല്ലാവരും ആ റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മൈസൂർ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ തൊടിമരം പാത്തിപ്പാറ ബീർനാനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു റോഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2018-ലും 2019-ലും നടന്ന പ്രളയം കേരളത്തിൽ ഒരുപാട് മേഖലകൾ തകർന്നപ്പോൾ മാക്കൂട്ടം ചുരം റോഡ് മാസങ്ങളോളം അടച്ചിടുകയും പിന്നെ നടന്ന പുനർനിർമ്മാണത്തിൻ്റെ ആ ഘട്ടത്തിൽ നമ്മൾ മാനന്തവാടി കൂടിയാണ് മൈസൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അതിന് ബദലായിട്ടൊരു ബദൽ പാത, ചുരമില്ലാത്തൊരു ബദൽ പാത ആണ് നമ്മൾ ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അത് തൊടിമരത്തു നിന്ന് ഈ പറഞ്ഞ പാത്തിപ്പാറ കടന്ന് കേരളത്തിൻ്റെ ബൗണ്ടറി കടന്ന് നേരെ കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ്. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നല്ലൊരു വികസന നേട്ടവും അതോടൊപ്പം കണ്ണൂർ എയർപോർട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള അതിനാണ്. കർണാടകത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് എയർപോർട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ വന്നു കയറി അവരുടെ സൗകര്യം ഉപയോഗിക്കാൻ വേണ്ടി ഒരു റോഡ്, അതായത് മഴക്കാലത്ത് പോലും ഇതൊരിക്കലും നമുക്ക് നഷ്ടമാകില്ല. ഈ റോഡ് വരുന്നത് നമുക്ക് ഇവിടുത്തെ നാണ്യവിളകളുടെയൊക്കെ മെച്ചപ്പെട്ട വിലകൾ ലഭിക്കാനും അതിൻ്റെയൊക്കെ കയറ്റുമതിയും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കാനും സാധിക്കുന്നതാണ്. തൊടിമരം എന്ന് പറയുന്നത് ഏറ്റവും അധികം നല്ല കശുവണ്ടിയും അതുപോലെ തന്നെ മാങ്ങ, നമ്മുടെ അയ്യങ്കുന്നിലെ മാങ്ങയുടെ ഏറ്റവും നല്ലൊരു സ്റ്റോറേജാണ് തൊടിമരം എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് അതുമൊക്കെ ഈ റോഡ് വികസിച്ച് കഴിഞ്ഞാൽ നമുക്കത് കയറ്റുമതിക്കൊക്കെ ആയിട്ട് ജനങ്ങൾക്കും കർഷകർക്കും എല്ലാം ഗുണമുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് 2 ഗവൺമെൻറ്റും ഇപ്പോൾ ഒരു സമാസമം നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ 2 ഗവൺമെൻറ്റിൻ്റെയും പൊതുമരാമത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡ് വികസനം ഏറ്റവും എളുപ്പത്തിൽ പൂർണ്ണമാകാൻ വേണ്ടി ഒരു പുതിയ പ്രൊജക്റ്റായിട്ടാണ് അയ്യങ്കുന്ന് പഞ്ചായത്ത് ഇതിവിടെ വയ്ക്കുന്നത്. ഈ പുതിയ പ്രൊജക്റ്റിന് അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിന്ന് ഇവിടെ ഈ റോഡ് കാണാൻ വേണ്ടി അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ മെമ്പർമാരും ഈ തദ്ദേശവാസികൾ ഉൾപ്പെടുന്ന
ഒരു ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ ടൂറിസം സാധ്യതയുള്ള തൊടിമരം പ്രദേശത്താണ് ഇപ്പം ഞങ്ങളുള്ളത്. അപ്പോൾ ഇവിടുത്തെ പാത്തിപ്പാറ റോഡ് കർണാടകമായിട്ട് കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു വികസന നേട്ടമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സർക്കാരുകൾ, അതായത് ഇപ്പം അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഞങ്ങളിവിടെയുണ്ട്. ഞങ്ങൾ ഭരണസമിതി തീരുമാനമെടുത്ത് തന്നെ ഞങ്ങൾ സർക്കാരുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. ഈ ഒരു പാത നമുക്ക് യാഥാർത്ഥ്യമായി കിട്ടുകയാണെങ്കിൽ നേരത്തെ ഇവർ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ അപകട സാധ്യത, അതായത് മാക്കൂട്ടം പേട്ട ചുരം റോഡ് ഒഴിവാക്കി നമുക്ക് നല്ലൊരു പാതയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് കേരളത്തിലെ ഒത്തിരി ആളുകളും ജോലിക്കും പഠനത്തിനും ആവശ്യമായിട്ട് കർണാടകത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്കും യാത്രയ്ക്ക് വളരെ സൗകര്യമായിരിക്കും എന്ന് മാത്രം. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ നിന്ന് ഈ മറ്റേ PWD റോഡിനെ ഇവിടുന്ന് ആരംഭിച്ച് നമ്മൾ ഏകദേശം മിനിഞ്ഞാന്നൊരു 2 കിലോമീറ്ററിന് മുകളിൽ ചുറ്റി സഞ്ചരിച്ചിരുന്നു ഇവിടുത്തെ ഈ റോഡ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സ്ട്രോങ് ആയ മണ്ണാണ് ഇവിടെ. ഒരു മണ്ണിടിച്ചിലോ മരം പെടന്ന് വീഴുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. മുകളിലുള്ള ഔഷധിയുടെ ഒരു തോട്ടമുണ്ട്. ഏക്കർ കണക്കിന് ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച ഒരു തോട്ടം ഇതിൻ്റെ മുകളിലുണ്ട്. അത് നമ്മുടെ ആൾക്കാരുടെയാണ്. അതിന് ശേഷമാണ് ബൗണ്ടറിയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കാണുന്ന പാറ എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിന് പോകുന്ന വഴിക്കൊന്നും പാറയോ അല്ലെങ്കിൽ വലിയ മലങ്കെട്ടുകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിന് ഏകദേശം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു താഴ്വാരമാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് റോഡ് പണിക്ക് പോലും ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണ്. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ മരങ്ങളുടെ നഷ്ടം വരുന്നില്ല. നിലവിൽ റോഡുള്ളത് കൊണ്ട് വലിയ മരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വലിയൊരു തുക മുടക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ പൂർത്തീകരിക്കാവുന്ന ഒരു റോഡ് പദ്ധതിയായിരിക്കും ഇത്. ചുരമില്ലാത്ത ഒരു ബദൽ പാത, മൈസൂർ തലശ്ശേരി റോഡ് ഏകദേശം 46 കിലോമീറ്ററാണ് ലാഭം. 2 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വളരെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് ഇത്. യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ നമ്മോടൊപ്പം അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ മെമ്പർമാരൊക്കെ വന്നു ഈ റോഡിൻ്റെ സാധ്യതകളൊക്കെ നോക്കിക്കണ്ടു. ഇത് ഇവർ അധികൃതരിലേക്ക് എത്തിച്ച് ഇത് യാഥാർത്ഥ്യമാക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അല്ലേ? അപ്പോൾ തൊടിമരത്തിൽ നിന്ന് ടീം ട്രൂ മീഡിയ. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.